ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം. ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. ഫരിസേയര് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയോട് വന്ന് പറയുന്നത്, നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോ, നിന്നെ കൊല്ലാനായിട്ട് ഹെറോദോസ് തയ്യാറാവുകയാണ്. ഈശോ ഇത് കേട്ടിട്ട് പേടിച്ചു പോയോ? ഒരിക്കലും പോയില്ല കേട്ടോ. ധൈര്യത്തോടുകൂടി ഈശോ വചനം പ്രഘോഷിച്ച് കടന്നുപോയി. ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് ഇതേ ധൈര്യം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട്. എങ്ങനെയാണ് ഈശോയ്ക്ക് ഈ ഒരു ധൈര്യം കിട്ടിയത്? കാരണം പിതാവ് കൂടെയുണ്ട്, പിതാവ് പറയുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ധൈര്യത്തോടുകൂടി അവൻ അവിടെ നിന്ന് വചനം പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറായത്. ഈശോയുടെ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലേ, അവരുടെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് പോയില്ല, മറിച്ച് യൂതന്മാരെ ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാർ. പക്ഷേ ജീവിതത്തിൽ അവർക്കൊരു മാറ്റമുണ്ടായി. എപ്പോഴാണ്? ആത്മാവ് വന്നപ്പോൾ ധൈര്യത്തോടുകൂടി മിശിഹായെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് ലോകത്തിൻ്റെ അതിർത്തികളോളം അവർ പോയി. സ്വന്തം കഴിവുകൊണ്ടല്ല, മറിച്ച് ആത്മാവിൻ്റെ ശക്തി കൊണ്ട്. സ്നേഹമുള്ളവരെ, ഈശോ ഇന്ന് എന്നോടും പറയുന്നത് ധൈര്യം നേടിയെടുക്കാനാണ്. പക്ഷേ ഈ ധൈര്യം നേടിയെടുക്കണമെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊരിക്കലും സാധ്യമല്ല. എൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ധൈര്യം നേടിയെടുക്കാനായിട്ട് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ വീണു പോകും. സ്നേഹമുള്ളവരെ, കൃത്യമായിട്ട് ഈശോ പറയും, അത് വീഴ്ചയുടെ ഭാഗമായിരിക്കും. മറിച്ച് നീ എന്നിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം തന്നിരിക്കുന്ന സഹായകനായ ആത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ധൈര്യത്തോടു, ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കത്തുള്ളൂ. പക്ഷെ പലപ്പോഴും കൂടെയുള്ള ആത്മാവിനെ തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകും. ആത്മാവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശയിലൂടെ ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവർ, ആത്മാവിനെ എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുക ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട്, വചനം പ്രഘോഷിക്കുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട് തന്നതായത്. പക്ഷേ നമ്മൾ ഇന്നും ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ ധൈര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. എനിക്ക് ധൈര്യമുണ്ടോ? ഭൗതികമായ ധൈര്യത്തെക്കുറിച്ചല്ല അച്ഛൻ പറയുന്നത്. ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളാനായിട്ട് ധൈര്യമുണ്ടോ? മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനത്തോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി ഞാനൊരു ക്രൈസ്തവനാണ് എന്ന് പറയാനായിട്ട് പറ്റുന്നു? എൻ്റെ ജീവിതം ഒരു മാതൃകയായിട്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ആത്മാവിനോട് പ്രാർത്ഥിക്കാം. ആത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട്, വചനം പ്രഘോഷിക്കാനായിട്ട്, അപകടങ്ങളിൽ വീണു പോകാതെ തമ്പുരാനു വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.